ഇ.ഡി. ഓഫീസിലേക്കുള്ള KSUവിന്റെ മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. KSUവിന്റെ പ്രതിഷേധ മാർച്ച്. ഇംഗ്ലീഷ് ചോദ്യപേപ്പർ പോലും വിദ്യാർത്ഥികൾ പരീക്ഷ വിദ്യാഭ്യാസ മേഖല ആകെ തകർന്ന് മുന്നോട്ട് പോകും. കേരളത്തിലെ ഒരു രക്ഷയില്ല. SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല. ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. പുറത്തേക്ക് പോവുക വിദ്യാർത്ഥികൾ. അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തത്. അതിനെതിരെയാ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരെ മക്കള് പഠിക്കുന്നുണ്ട്. ഞങ്ങള് സമരം ചെയ്യുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാ. SSLC പരീക്ഷ അടക്കമുള്ള കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. തകർന്ന് തരിപ്പണമായിട്ടാണ് ഉള്ളത്. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ രണ്ട് മന്ത്രിമാരും ഭരിക്കാനറിയാതെ ഭരിച്ചു മുടിച്ച് മുന്നോട്ട് പോയ കേരളത്തിലെ വിദ്യാർത്ഥികളെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ SSLC പരീക്ഷയുടെ അവസ്ഥ ഒന്ന് പരിശോധിക്കണം. ഇതേപോലെയാണ് എല്ലാ മേഖലയിലും. ഈ മോഡൽ ചോദ്യപേപ്പർ കൃത്യമായി ലഭിക്കാത്തതിലും ഇന്ന് നടന്ന ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൽ വീഴ്ച സംഭവിച്ചതിലും പ്രതിഷേധിച്ചാണ് കണ്ണൂരിൽ DD ഓഫീസിന് മുൻപിൽ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചത്. നിഖിലുണ്ട് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, വിശദാംശങ്ങൾ പറയൂ. ചോദ്യപേപ്പറുകൾ കൃത്യമായി സ്കൂളുകളിൽ എത്തിച്ചില്ല മോഡൽ പരീക്ഷയുടേത് എന്നാരോപിച്ചായിരുന്നു KSU പ്രവർത്തകർ ഇത്തരത്തിൽ കണ്ണൂർ DDE ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. DD ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തുടക്കത്തിൽ തന്നെ പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഓഫീസിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഈ ചോദ്യപേപ്പറുകൾ കൃത്യമായി, അതായത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സ്കൂളുകളിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലായിരുന്നു പ്രധാന പ്രതിഷേധം. അതിനൊപ്പം തന്നെ ഇന്ന് നടന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറിലും ഇത്തരത്തിൽ പിഴവുകൾ സംഭവിച്ചു എന്നാണ് KSU ആരോപിക്കുന്നത്. 1 മുതൽ 9 വരെ തുടർച്ചയായ ചോദ്യങ്ങൾ നൽകുകയും അതിനുശേഷമുള്ള ചോദ്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ആരോപണം. അത്തരത്തിൽ ഒട്ടും ഗൗരവം നൽകാതെയാണ് ഇത്തരത്തിൽ പരീക്ഷകൾ നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് ഏതായാലും ഇപ്പോൾ KSU ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണൂർ DD ഓഫീസിലേക്ക് അല്പസമയം മുൻപ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. തുടക്കത്തിൽ തന്നെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോഴേതായാലും മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ശരി, കണ്ണൂരിൽ നിന്ന് നിഖിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.